മടിത്തട്ടിലേക്ക് പിടിച്ചു കിടത്തുകയാ. ഒരു ഭാര്യതാണ്. അള്ളാന്റെ റസൂല് പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ എന്തേ എന്നല്ല ചോദിച്ചത്, തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് തന്റെ മടിയിൽ പിടിച്ച് കിടത്തി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിലേക്ക് പുതപ്പിച്ചു. എന്നിട്ട് മടിത്തട്ടിൽ കിടത്തിയിട്ട് അള്ളാന്റെ റസൂലിന്റെ തലയിലെ തലോടിയിട്ട് ചോദിക്കുന്നു എന്തേ. അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാ എന്ത് പറ്റി. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തപ്പോ റസൂലുള്ള തന്നെ പറയുന്നുണ്ട്, മുത്തുനബി തന്നെ പറയുന്നുണ്ട്, ഖദീജ ബീവി പറഞ്ഞ വാക്കെന്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന് നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, നബിയേ വല്ലാഹു യഖ്ഫീക അല്ലാഹു അബദാ, ഒരിക്കലും അല്ല നിങ്ങളെ കൈവിടൂല നബിയേ, ഒരിക്കലും അല്ല നിങ്ങളെ കൈവിടൂല നബിയേ. നിങ്ങളുടെ റബ്ബൊരിക്കലും നിങ്ങളെ കൈവിടൂല. കാരണം നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരാ, വിധവകളെ സഹായിക്കുന്നവരാ, യതീമീങ്ങളെ സ്നേഹിക്കുന്നവരാ. തന്റെ തലയിൽ തലോടിയിട്ട് ഖദീജ ബീവി പറഞ്ഞ ഒരേ ഒരു വാക്ക് അല്ലാഹുവേ റസൂലുള്ളയുടെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുകയാണ്. അവിടെന്ന് പറഞ്ഞ ഒറ്റ വാക്ക് റസൂലുള്ള മരിക്കുന്നത് വരെ റസൂലുള്ളാഹി തങ്ങൾ മറന്നുപോയില്ല. ഖദീജ ബീവി പറഞ്ഞു, അല്ല നിങ്ങളെ കൈവിടൂല നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടു വൈകുന്നേരം ജോലി കഴിഞ്ഞ് തളർന്ന ശരീരവുമായി വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എത്ര വേദനയാണെങ്കിലും എത്ര പ്രയാസമാണെങ്കിലും വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ കവാടത്തിൽ നിൽക്കുകയാ. സാലികത്തായ പെണ്ണാരെന്നറിയുമോ? ഈ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ടൗണിൽ എവിടെയെങ്കിലും ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രിയപ്പെട്ട ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ കാത്തു നിൽക്കുകയാണ്. ശരീരം മുഴുവനും വിയർത്തൊലിച്ചുകൊണ്ട് വല്ലാതെ വേദനിച്ച് ക്ഷീണിച്ച മനസ്സുമായി ശരീരവുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ വെച്ച് ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചിട്ട് തന്റെ തലയിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ആ ഷാളിന്റെ ഒരു തുമ്പെടുത്തിട്ട് പ്രിയപ്പെട്ട ഭർത്താവിന്റെ നെറ്റിത്തടത്തിലും മുഖത്തിലും ഇരിക്കുന്ന വിയർപ്പ് തുടച്ചു കളഞ്ഞിട്ട് പോട്ടയിക്കാ, ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലോ. ആ ഒരു വാക്കാ സഹോദര, അങ്ങനെ ഒരു സന്തോഷം തരുന്ന ഒരു ഭാര്യ നിനക്കുണ്ടോ? അവൾ